ഇസ്രായേൽ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളുടെ സംഗമ ഭൂമിയാണിവിടം. യഹൂദരുടെ വിശുദ്ധ നാടാണ് ഇസ്രായേൽ. എങ്കിലും പാശ്ചാത്യ സംസ്കാരത്തിന്റെ നിറക്കൂട്ടുകൾ ഇവിടുത്തെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ അനിഷേധ്യമായ സ്ഥാനം വഹിക്കുന്ന ഇസ്രായേൽ വ്യാവസായിക രംഗത്ത് തങ്ങളുടെ കൊച്ചു രാജ്യത്തെ വ്യവസായങ്ങളുടെ ഈറ്റില്ലമാക്കിയിരിക്കുന്നു. കളിക്കോപ്പ് മുതൽ പടക്കോപ്പ് വരെ സ്വന്തമായി നിർമ്മിച്ച് ലോക വിപണിയിലെത്തിക്കുന്ന ഈ രാജ്യം കേരളത്തിന്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ളതാണെന്നത് ഏറെ കൗതുകകരമാണ്. ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ വ്യവസായമാണ് ഡയമണ്ട് കട്ടിംഗ്. ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവരുന്ന അസംസ്കൃത വജ്രം വിദഗ്ധമായ പണികൾ ചെയ്ത് മനോഹരമാക്കി വിൽക്കുകയാണ് പതിവ്. തീരദേശ രാജ്യമായ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതിയും ഇറക്കുമതിയും വജ്രം തന്നെ. മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്ക് തീരത്താണ് ഇസ്രായേൽ. വടക്ക് ലബനോനും കിഴക്ക് സിറിയയും ജോർദാനും തെക്ക് സീനായി മരുഭൂമിയും ഇതിന്റെ അതിരുകൾ പങ്കിടുന്നു. ഇസ്രായേലിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ് ജാഫ. ഈ നഗരത്തിന്റെ ചിരപുരാതനത്വം വിളിച്ചറിയിക്കുന്ന നിരവധി അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അപൂർവ ശേഖരമാണ് ഈ മ്യൂസിയം. ഫറവോൻ രാജാക്കന്മാരിൽ നല്ലവരെല്ലാം നാട് നീങ്ങി. പിന്നീട് വന്നവരെല്ലാം യഹൂദരോട് വളരെ ക്രൂരമായി പെരുമാറി. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു. ഇസ്രായേൽക്കാർ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും വിട്ടുപോരുവാൻ അതിയായി ആഗ്രഹിച്ചു. ഈ സന്ദർഭത്തിലാണ് ദൈവാനുഗ്രഹം നേടിയ മോശ എന്ന യഹൂദ പ്രവാചകൻ ഇസ്രായേൽക്കാർക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തത്. ഇസ്രായേൽക്കാരോട് ഈജിപ്ഷ്യൻ ജനത കാണിക്കുന്ന ക്രൂരത കണ്ട മോശ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോയി. മാർഗമധ്യത്തിൽ ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായ അവർക്ക് സർപ്പദംശനമേറ്റു. ദൈവകൽപ്പനയാൽ മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുകയും അതിൽ നോക്കുന്നവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഈ പിച്ചള സർപ്പത്തിന്റെ മാതൃക നിൽക്കുന്നിടത്താണ് ഈ സംഭവം നടന്നത്. ഈ സ്ഥലമാണ് മൗണ്ട് നബോ എന്നറിയപ്പെടുന്നത്. ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ദേവാലയത്തിന്റെ മാതൃകയാണിത്. ഈ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും ശിലാലിഖിതങ്ങളുമാണിത്. ഇവിടെ കാണുന്ന മാർബിൾ തൂണുകളും ചിത്രപ്പണികളും ഫലകങ്ങളുമെല്ലാം ഇവിടെ നിന്നും ഖനനം ചെയ്ത് കണ്ടെത്തിയവയാണ്.